അതെ, ഈ സത്യത്തിൽ ആരെ പെണ്ണാണോ പോണ? അത് കേട്ടാ മതി. അല്ല, എന്റെ സ്റ്റൈല് കണ്ടിട്ട് നീ പെണ്ണാണോ പോണവരെ തോന്നണ്ടേ? അതൊന്നും ചോദിച്ചതാണ്. പെണ്ണ് കാണാൻ പോകുമ്പോ ഒരു സെറ്റപ്പ് ഒക്കെ വേണം. നമ്മൾ സ്റ്റൈലായിട്ട് തന്നെ പോണോന്നേ. എന്നെ ഈ വേഷത്തിൽ കാണുന്ന പെണ്ണുങ്ങൾ ഇഷ്ടപ്പെട്ടാ മതി. ആയിക്കോട്ടെ. അല്ല, ബ്രോക്കർ വരും പറഞ്ഞിട്ടുണ്ടായി. അയാൾ കൂടെ വരുന്ന പറഞ്ഞല്ലോ, എവിടെ പോയി? അതേവന്റെ എത്തിയില്ല. ഞാൻ ഒട്ടും വൈകില്ല. ഒട്ടും കറക്റ്റ്. അതെ, ഇന്ന് നമ്മളെവിടെ പെണ്ണാണോ പോണ? നമ്മൾ രാവിലെ കാലടി പോകും, അപ്പൊ അവിടെ കാപ്പിയാവും. പിന്നെ നമ്മള് ചാലക്കുടിക്ക് പോകുന്നു ഒരു 12:30 ഊണ് കറക്റ്റ്. അതിനുശേഷം നമ്മള് ഇങ്ങാലക്കുടിക്ക് പോകുന്നു, അവിടെ ചായ റെഡി പോരെ. നമ്മള് പെണ്ണാണാനല്ലേ പോണേ, ഇത് ചായ പിടിക്കാൻ പോണതാണോ? എന്തായാലും നമ്മളൊരു വഴിക്ക് ഇറങ്ങി ഇത് കൂടെ എല്ലാം കൂടെ ആയിക്കോട്ടെ. സമയങ്ങളുടെ നീ പെട്ടെന്ന് വണ്ടി എടുത്തേ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഞങ്ങൾ സ്ഥിര വരുമാനമുള്ള ആൾക്കാരെ നോക്കുന്നത്. ബാങ്ക് എംപ്ലോയീസോ ഗവൺമെന്റ് എംപ്ലോയീസോ ആരെങ്കിലും ഏറും വന്നല്ലേ ചായ കൂടി നടക്കട്ടെ. ഞങ്ങൾ നാട്ടിലുള്ള കൂലിപ്പണിക്കാരെ പെയിന്റ് ജോലിക്കാരെ ഒന്നല്ല നോക്കണത്, വിദേശത്ത് ജോലിയുള്ള പയ്യന്മാരെ നോക്കണം. ഏതായാലും വന്ന സ്ഥിതിക്ക് ഊണ് കഴിച്ചിട്ട് പോവാം. അതും മാന്യത, നല്ല അന്തസ്സുള്ള തറവാട്ടുകാരാ. എടാ, അതെ, ഞാൻ ഈ പെണ്ണ് കാണലങ്ങോട്ട് നിർത്താൻ. ഇത് ഇങ്ങനെ പെണ്ണ് കണ്ടെന്ന് നീ സമയമൊന്നും കളയണ്ട. നീ ഒരെണ്ണത്തിന് അങ്ങോട്ട് സെറ്റാക്കാൻ നോക്ക്. ഞാൻ തന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണത്തിന് ഒരു കുളിമുമ്പ് സെറ്റാക്കി വെച്ചേക്കാ. അല്ലെങ്കിൽ നീ ഭാഗ്യവാനാടാ. വരാലോ. 3-4 പേരുണ്ടാവും. ഏതാ ചേച്ചി? എടാ, അവരെയുള്ള നാളെ ഞങ്ങൾക്ക് പണി. ഒന്ന് പരിചയപ്പെടുത്താടാ. ഒന്നും ശരിയാവില്ല. എന്നാ ഞാൻ നിങ്ങളുടെ കൂടെ പെയിന്റ് പണിക്ക് വന്നോട്ടെ. എടാ, 2 ആഴ്ച വെറുതെ നിന്നിട്ട് പണിയിട്ടുണ്ട്, നീ ആയിട്ട് നശിപ്പിക്കലടാ. എടാ, ഞാൻ മര്യാദക്ക് നിന്നോളാന്ന്. നീ ഉദ്ദേശിക്കുന്ന പോലെ ആൾക്കാരല്ല അവര്. നല്ല തറവാട്ടുകാരാ. എടാ, ഞാൻ ഡീസന്റ് ആയിട്ട് നിന്നോളാന്ന്. ശിവഞ്ഞാൻ്റെ അടുത്തും സംസാരിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഫുൾ ചെലവ് ഇന്നത്തെ എന്റെ വക. ആയിക്കോട്ടെ. ഓക്കെ. എടാ, നാളെ നീ എൻ്റെ കൂടെ ഒന്ന് വരാമോ? എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. നാളെയോ? നാളെ ഞാൻ കുറച്ച് ബിസി ആടി. വേറൊന്നുമല്ല, നാളെ പുതിയ ബിസിനസിന്റെ ഒരു ഡീലുണ്ട്, ഒരു 4 കോടിയുടെ. നീ കൂടെ വന്നാണെങ്കിൽ ഒരു ധൈര്യമാണ്. നീ ധൈര്യമായിട്ട് പോയി അറ്റൻഡ് ചെയ്യേ. എന്തിനാ നീ പേടിക്കണേ? എന്നാലും ഡോണ്ട് വറി, നീ അറ്റൻഡ് ചെയ്യുന്നേ. ഓക്കെ. ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ള സന്തോഷം കിട്ടുന്ന ഒരു കാര്യം അത് പാഴാക്കട്ടെ. കേൾക്കാം, വേണമെന്ന് പറഞ്ഞാൽ അടിച്ചിട്ടു. ഇപ്പൊ വരാട്ടോ, ഒരു മിനിറ്റ്. ഇത് 24 മണിക്കൂറും ഫോണില്ല, അത് ജോലിയാ സമയം. ഒന്ന് മൂത്രം കഴിക്കണേ, അവന് കമ്പിയുടെ അനുവാദം വേണം. നമുക്കേ സജിക്ക് ഒരു പെണ്ണ് സെറ്റാക്കണ്ട. അതാണ് അവനും കൂടെ അനുഭവിക്കട്ടെ. നിങ്ങൾക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ? നാളെ പണിക്ക് പോണ സ്ഥലത്ത് ഒരു പെണ്ണിനെ എങ്ങനെ വളയ്ക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടു പഠിച്ചോളാം. എല്ലാവരും കണ്ടുപിടിക്കും. ആ കാര്യത്തിൽ അവനൊരു യൂണിവേഴ്സിറ്റിയാണ്. എത്തിയാ പെയിന്റ് സാധനങ്ങളൊക്കെ പുറച്ചിലിരിപ്പുണ്ട് കേട്ടാ.
ഇതാണ് അടുത്ത 4 കോടിയുടെ ബിസിനസ് മീറ്റിംഗ്. ഫ്ലൈറ്റ് മിസ്സായി. ഇവർക്കൊരു സഹായം ആവുമല്ലോ എന്ന് എഴുതി കൂടെ പോകുന്നത്. ഒന്നും തോന്നരുത്. എഴുന്നേറ്റ് പണം കൊളക്കോഴി.